എല്ലാവർക്കും വെജി സ്പോട്ട് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു 4 മണി പലഹാരമായിട്ടാണ്. വാഴയ്ക്കപ്പം എന്നാണ് തിരുവനന്തപുരത്ത് ഇത് പറയുന്നത്, പഴംപൊരി എന്നും പറയാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വാഴയ്ക്കപ്പമാണ്. അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ സ്വാദിനുള്ള വാഴയ്ക്കപ്പമാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നല്ല പഴുത്ത ഒരു 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഈ മൈദ ഇട്ട് കൊടുത്ത ശേഷം 2 സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1/2 സ്പൂൺ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തു. 1 സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ഉപ്പും പഞ്ചസാരയൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പിടിക്കണം. അതിനുശേഷം ലേശം വെള്ളം ഒഴിച്ച്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു കുറുകിയ ഒരു പരുവത്തിന് ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ തന്നെ ഇരിക്കണം. എന്നാലേ നമ്മൾ വാഴയ്ക്ക മുക്കി പൊടിക്കുന്ന സമയത്ത് അതിൽ നന്നായിട്ട് കോട്ടായിട്ട് ഇരിക്കുകയുള്ളൂ. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ അത് ലൂസായിട്ട് പോകും, അത് ഒട്ടിപ്പിടിച്ച് ഇരിക്കത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു പരുവത്തിന് കുറുക്കി കുഴച്ചെടുക്കുക. ഇപ്പോൾ ഓടിയുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓടിയൊക്കെ ഒരു ചെറിയ പ്രോബ്ലമാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ വരേണ്ടത് ഏകദേശം ഇതേപോലെയാണ് കേട്ടോ. ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്ക് വരേണ്ടത്. ഇപ്പോൾ ഇതാ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ലേശം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ഒരു വിസ്ക് എങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ കട്ടയില്ലാണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ കൈ വെച്ച് തന്നെ കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഈ 3 പഴങ്ങൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കനം കുറച്ച് അരിഞ്ഞ് എടുക്കണം. എന്താ ഇതുപോലെ ഒരു ഏത്തപ്പഴം ഒരു 4 പീസായിട്ടൊക്കെ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ കനം കുറച്ച് വേണം അരിയാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ വാഴയ്ക്കപ്പം കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ചില സ്ഥലങ്ങളിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് 2ആയിട്ട് മുറിച്ചിട്ട് അത് നല്ല പഴുക്കാത്ത പഴമൊക്കെ. അപ്പോൾ അത് നമുക്ക് കഴിച്ചു നോക്കുമ്പോഴത്തേക്കും വലിയ സ്വാദൊന്നും ഉണ്ടാവില്ല. നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക കേട്ടോ. അതുപോലെ ഇതുപോലെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കുകയും വേണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോഴത്തേക്കും ഓരോ ഏത്തപ്പഴമായിട്ട് മാവിലേക്ക് മുക്കി നമുക്കിതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. നന്നായിട്ട് 2 സൈഡിലോട്ടും മാവ് നന്നായിട്ട് കോട്ടായിട്ട് കിട്ടണം. അതിനുശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അത്രയും എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ലേശം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഫുള്ള് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ പൊരിച്ചെടുത്താലും മതി. പക്ഷെ ഞാനിതിങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുന്നത്. ഒരുപാട് എണ്ണ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതാ ഒരു സൈഡ് ഒന്ന് പരുവായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാടൊന്ന് മൂത്തൊരു ബ്രൗൺ കളറൊന്നും ആകണ്ട കേട്ടോ. ഇതുപോലെ മഞ്ഞ കളർ തന്നെ വേണം. അരിപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കും. അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരുപാട് മൂപ്പിച്ച് ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന വാഴയ്ക്കപ്പൊക്കെ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറൊക്കെ വന്നു. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാം കേട്ടോ. കരിഞ്ഞു പോകാണ്ട് നോക്കിയാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് വാഴയ്ക്കപ്പം തന്നെ വാഴയ്ക്ക തന്നെ നന്നായിട്ട് പഴുത്തതാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നല്ല ചൂട് വാഴയ്ക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കുകയാണ്. ഈ ഒരു നിറത്തിൽ, അല്ലാണ്ട് ബ്രൗൺ കളറൊന്നും ആകണ്ട. ഇതുപോലെ നല്ല മഞ്ഞ കളർ തന്നെ ഇരിക്കണം.
അതിനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തത് കേട്ടോ, ഈ ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നല്ല ചൂട് വാഴയ്ക്കപ്പം റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ വൈകിട്ട് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയമാണെങ്കിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതാ നല്ല സോഫ്റ്റുമാണ്, ക്രിസ്പിയുമാണ്. ആ പഴുത്ത വാഴപ്പഴം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്വാദ് കൂടി ഉണ്ടാവും. ഒന്നുകൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.